നേരത്തെ എണീറ്റ ഗുഡ് മോർണിംഗ്. എവിടെ പോയി? മാർഗഴി പൂവേ മാർഗഴി പൂവേ ഉമ്മടി മേലെ ഒരിടം വീണ്ടും മാർഗഴി പൂവേ. സിദ്ധു ഇവിടെ ആന്റി. ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സിദ്ധുനെ കണ്ടായിരുന്നോ? ഇല്ലപ്പാ, ഞാൻ പാക്കலையே. എന്നാச்சு? അല്ല, രാവിലെ എണീറ്റിട്ട് ഞാനും പാക്കലേ, അതാ ചോദിച്ചേ. എന്താണ് രാവിലെ? സിദ്ധുനെ കണ്ടായിരുന്നോ? ഇല്ല. എവിടെ പോയി? എവിടെ പോയിന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ അമ്മൂമ്മയോട് ചോദിക്കും എവിടെ പോയിന്ന്. ചേച്ചു ഒരു വേള ജോഗിങ് പോയിരുപ്പാൻ. ഏയ്, ജോഗിങ്ങിനൊക്കെ പോവാണെങ്കിൽ അവൻ ഫോണും കൊണ്ട് പോകും. ഇത് ഫോണൊന്നും എടുത്തിട്ടില്ല, ഇവിടെ ഇരിപ്പുണ്ട്. ആ, അവൻ കുഴിപ്പള്ളത്ത് പോയതായിരിക്കും. ഇത്ര രാവിലെയാ? ഇന്നലെ രാത്രി നീ അവനുമായിട്ട് വഴക്കുമല്ലോ ഉണ്ടാക്കിയായിരുന്നു? ഇന്നലെ രാത്രി ആ, കണ്ടോ, ആലോചിക്കുന്നുണ്ടോ? വഴക്കുണ്ടാക്കി? ഇല്ല, വഴക്കുണ്ടാക്കിയിട്ടില്ല. ഇല്ലേ? എന്തുണ്ടാക്കണായിരുന്നാ? അയ്യോ വേണ്ട. എന്നാലും ഇത് എവിടെ പോയി? അതേ വരും. പായും തലോണൊക്കെയായിട്ട് എവിടെ പോയത്? ഇത് ശിവരാത്രിയാണോ അമ്മൂമ്മ? അല്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നീ പായും തലോണയൊക്കെയായിട്ട് എവിടെ പോയിട്ട് വരണ്? അത് ഞാനൊന്ന് നടക്കാൻ വേണ്ടി പോരാ. അതല്ല, ഞാനൊരു ധൈര്യത്തിന് വേണ്ടി കരുതിയതാ. ധൈര്യത്തിക്ക് പായും തലേണയുമാ? ആ, റോഡില് മൊത്തം പട്ടികളാണല്ലോ, അതുകൊണ്ട് കരുതിയെന്ന് പറഞ്ഞാ. സത്യം പറ സിദ്ധു, എവിടെ പോയതാ? സത്യമായിട്ടും ലച്ചൂസിന്റെ അടുത്ത് ഞാൻ എന്തിനാ കള്ളം പറയണേ? സത്യം. ഒന്ന് പോയാ മുന്നേ. என்ன இருக்கும்? കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ലച്ചുവേ, എനിക്ക് തോന്നണേ സിദ്ധു രാവിലെ നീറ്റ് ആരെങ്കിലും കാണാൻ പോണതായിരിക്കൂ. ആരെ കാണാൻ? അല്ല, ആരെങ്കിലും. അമ്മയാന്ന് ഞാൻ നോക്കൂലട്ടാ, വായിലും എന്നൊക്കെ വിളിച്ച് പറയുന്നു. നോക്കിയോ, അവൻ പറഞ്ഞല്ലോ നടക്കാൻ പോയതാണെന്ന്. പിന്നെന്താ? ഈ പായും തലണയും കൊണ്ടാണ് നടക്കാൻ പോണത്. അതാണ് ഞാൻ പറഞ്ഞേ, മനുഷ്യന്മാരുടെ കാര്യമാണ് ലച്ചു, എപ്പ വേണമെങ്കിലും മാറാം. അമ്മയുടെ കാര്യത്തിൽ ചിലപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും, എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇന്നലെ കിടക്കാൻ നേരത്തെ സിദ്ധു മുറിയിൽ ഉണ്ടായിരുന്നു. லிச்சு ஒருவேளை முறியில ரொம்ப சூடானப்போ சித்து போய் வெளியில படுத்திருப்பான். எங்க ஊர்ல எல்லாம் அப்படிதான். இந்த ரூம்ல எல்லாம் ரொம்ப சூடாகும் போது எல்லாரும் வெளியில போய் படுப்பாங்க. എല്ലാവരുടെ ഊരിലും അപ്പടിയതാ. പക്ഷെ ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നേ. ഞാൻ എണീറ്റപ്പോ ആളെ കാണാനില്ല. പിന്നെ നോക്കിയപ്പോ സോഫയെ കിടന്നുറങ്ങും. എന്നാ ഇത് ചൂട് തന്നെ. AC ഉണ്ടല്ലോ മുറിയില്. എന്നാ വെളിയിലത്തെ കാറ്റ് കൊള്ളാൻ വേണ്ടി പോയിരിക്കുന്നതായിരിക്കും. എന്താണ് എല്ലാരും ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ല. അല്ല, നിങ്ങൾ എന്തോ കാര്യമായിട്ട് ചർച്ച ചെയ്തോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അളിയൻ നടക്കാൻ പോയതിനെ പറ്റി ചർച്ച ചെയ്യുക.
നിങ്ങളാരും ഇതുവരെ അത് വിട്ടില്ലല്ലേ? സിദ്ധുവേ, രാവിലെ നടക്കാൻ പോയൊക്കെ ശരി, ഈ നടക്കാൻ പോകുമ്പോ എന്തിനാണ് പായം തരണം കൊണ്ടുവന്നേ? അത് ഞാൻ നേരത്തെ ഇവരോട് പറഞ്ഞായിരുന്നല്ലോ, റോഡിൽ നിറച്ച് പട്ടികളല്ലേ, ഇതാകുമ്പോ ഒരു ധൈര്യത്തിനെ കരുതിയതാ. പട്ടിയെ കല്ലെറിഞ്ഞ് ഓടിച്ചാ പോരെ, പായും തലയണം വെച്ചെറിയണോ? കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ പട്ടികൾക്ക് നോക്കത്തില്ലടാ, ഇതാകുമ്പോ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കൊള്ളത്തല്ലേ ഉള്ളൂ. ആ അത് തന്നെ, ഒരു ഷീറ്റും കയ്യിലുണ്ടായിരുന്നു. അതെന്തിനായിരുന്നു മോനെ? അതെ, നിങ്ങളെല്ലാരും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നേ. ആ അത് ഞാൻ അവളോട് പറഞ്ഞായിരുന്നു. അവൻ എന്തൊരു കളലക്ഷണമല്ലേ? ഉണ്ട്. ഇല്ല ലച്ചു, ഒരു കള്ള ലക്ഷണവും ഇല്ല. ഇല്ല ആന്റി, അവൻ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്.